നമസ്കാരം. ഇനി ഇതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുക്കുമെന്നോ ജയിലിലടയ്ക്കുമെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഈ സംസ്ഥാനത്ത് ആരെങ്കിലും ഒരാൾ ഇത് പറയണം, വിളിച്ചു പറയണം എന്നതുകൊണ്ടാണ് ധൈര്യസമേതം ഞാനിത് പറയുന്നത്. വിഷയം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം ബാക്കിയുള്ള വീഡിയോ കൂടി കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാതെ നിങ്ങൾ പോകരുത്. ഒന്നാം റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പിന്നെ ഞാൻ ഒരു അധ്യാപികയാണ് ഇപ്പോൾ, എന്താ ഞാൻ കുട്ടികളോട് പറയാ? പിന്നെ പഠിച്ച് ജോലി വാങ്ങണം, ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാം റാങ്ക് വകയെ എനിക്ക് പോലും ജോലി തരാനില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവർക്ക് പ്രോത്സാഹിപ്പിക്കുക? നമ്മളെ സമയം അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്കറിയാം. എന്റെ പഠനകാലം എന്ന് പറയുന്നത് ഞാനിപ്പോ 2012 വരെ നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കല്യാണത്തിന് ശേഷമാണ് ഈ BEd കഴിഞ്ഞത്. പക്ഷെ അതുവരെ ഞാൻ പഠിച്ചതും ഇതൊക്കെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും വേറെ മറ്റു പല ജോലികളും നമ്മൾ ചെയ്തിട്ടാണ് പഠനകാലം നമ്മൾ പൂർത്തിയാക്കിയത്. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. പണമില്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഒരു ആർട്ട് സബ്ജക്ട് എടുത്ത് പഠിച്ചു വന്നത്. അപ്പൊ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ബിലോ പോവർട്ടിയിൽ പെട്ട ഒരു കുടുംബത്തിൽ പെട്ട കുട്ടിയാണ് ഞാൻ. അന്ന് പഠിച്ചു വന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നത്. എന്തിനാണ് ഈ രീതിയിൽ നമ്മൾ തഴയപ്പെടുന്നത്? ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കേരളത്തില് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷ സ്വീകരിച്ച് ആ അപേക്ഷകരിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് അതിൽ ഒന്നാം റാങ്ക് വാങ്ങിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് നിങ്ങൾ കാണുന്നത്. അതാണ് പറയുന്നത്. വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒന്നാം റാങ്ക് കിട്ടുമ്പോഴെങ്കിലും നിയമനം ഉണ്ടാവും എന്നുള്ളത്. ഇതേ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ ഒഴിവാക്കാൻ പോവാണ്. കഴിഞ്ഞ കുറെ കാലമായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്ന പീസ് ഓഫ് പേപ്പർ, ഒരു പട്ടിക്കും വേണ്ടാത്ത സർട്ടിഫിക്കറ്റ്, അതാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ എന്ന് മനസ്സിലാകണില്ല. കുറച്ചു കാലമായി നമുക്കറിയാലോ, ഇവിടെയുള്ളവർ നാട് വിട്ടു പോകാണ്, മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവിടെ സെറ്റിലാകുന്നു, ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ കുറെ വൃദ്ധർ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. ഇവിടെ ഒരുത്തരും, പ്രത്യേകിച്ച് ഈ CPM അധികാരത്തിൽ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു നോട്ടമല്ല. ഇവിടുത്തെ ഇടത് വലത് സംഘടനകൾ ആരും തന്നെ ഒരുത്തരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇത്തരത്തിൽ ലിസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് നിയമനം വേണമെന്ന് ആരും പറയുന്നില്ല. ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഇത് ഈ 10 വർഷത്തെ ഭരണം. ഇനിയിപ്പോ എന്താണ്, കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ പറയുന്നത് കേട്ടു, ഇവിടെ ഇനി CPM വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട എന്നൊരു പദം എടുത്ത് ഒഴിവാക്കുന്നു. ഞങ്ങൾ തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അതാ മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും. എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലെ കേട്ടോ, കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ അതാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ദരിദ്രരായ ജനങ്ങളെക്കാളെല്ലാം മേലെ ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ മലയാളം ഞാൻ ആദ്യം പറഞ്ഞത്. പാവങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു നാടാക്കുന്നുള്ളത് ഞങ്ങളെ ഉന്നം. 10 വർഷം ഇവിടെ എന്താ ചരക്കായിരുന്നോ? ഈ 10 വർഷം ഈ പാവപ്പെട്ട ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നോ? അല്ല, നിങ്ങളുടെ കാലത്തല്ലേ ഇതിനു മുമ്പ് കുറെ പോലീസ് CPO റാങ്ക് ലിസ്റ്റ് വന്നിരുന്നത്? കുറെ ചെറുപ്പക്കാർ അവിടെ കിടന്ന് പുല്ലും വൈക്കോലും തിന്നുകൊണ്ട് സമരം നടത്തി തലമുട്ടയടിച്ച് പാതി മീശ പഠിച്ച് സമരം ചെയ്തത്. ഒരാളെ അതിൽ നിന്ന് നിയമിച്ചോ? കേരളത്തിൽ ഒഴിവില്ലേ? ഒഴിവുണ്ടല്ലോ. പോലീസ് സേന 87-ലെ ജനസംഖ്യ അനുസരിച്ചുള്ള പോലീസ് സേന ഇവിടെ ഉള്ളൂ. അവരുടെ സ്ട്രെസ്സും അവരുടെ ഒരു പ്രയാസമാണെന്ന് പോലീസുകാർ ഈ സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അത് കഴിഞ്ഞിട്ട് മറ്റൊരു സമരം വന്നല്ലോ, CPO വിമൻസിന് വേണ്ടിയിട്ടുള്ളത്, പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. എന്തായി അത്? അതായത് ഇവിടെ മുറയ്ക്ക് പരീക്ഷ നടത്തുന്നുണ്ട്, PSC എക്സാംസ് നടത്തുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അതിൽ റാങ്ക് ലിസ്റ്റും ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ ഒറ്റൊരാളെ നിയമിക്കുന്നില്ല. നിയമിക്കുന്നത് മുഴുവൻ ഇവരുടെ പാർട്ടിയുടെ വേണ്ടപ്പെട്ടവർ, 3ാം ക്ലാസ്സിൽ 30 കൊല്ലം തോറ്റവരുടെ പിന്മുറ നിയമനം. അവരുടെ വേണ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഈ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക്, ഇല്ലേ, അങ്ങനെയുള്ളവർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയല്ലോ. തങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും മെച്ചം വേണമെന്നുണ്ടെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, അതും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, തൊഴിലിന്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ടുള്ള വിദ്യാഭ്യാസം, പഠിക്കുന്ന തൊഴിലിനനുസരിച്ചുള്ള ജോലി കിട്ടുന്ന വിദ്യാഭ്യാസം, അത് നേടിയെടുക്കണം. കേരളത്തിൽ അത് കിട്ടുമെന്ന് കരുതരുത്.
കിട്ടുന്നിടത്തേക്ക് നിങ്ങൾ പോകണം. പറ്റുന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പോവുക. ഇനി അവിടെയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുക. അവിടെ ചെന്ന് പഠിച്ച് വല്ല ജോലിയും കിട്ടി മര്യാദ ഒരു പെണ്ണുമൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒരു കെട്ടിയോനെ ഉണ്ടാക്കി അവിടെ സുഖമായി സെറ്റിലാകുക. നിങ്ങളുടെ കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ. കാരണം ഈ തലമുറ എന്തായാലും പോയി. ഇവിടെ ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ല. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രചണ്ഡ പ്രഘോഷണം നടത്തും. ഘടാഘടിയൻ വാക്കുകൾ അനർഗള നിർഗളം ഇങ്ങനെ ഘടകസ്ഥേന പുറത്ത് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഘടാഘടിയൻ വാക്കുകൾ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ പാവപ്പെട്ടവന് ജോലി കിട്ടൂല, അവന് അരി വാങ്ങാൻ പറ്റൂല. മധ്യ കേരളത്തിൽ നിന്ന് ഇറങ്ങി നടക്കണം എത്ര പേരുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗത്തേക്ക് അവിടെയുള്ള CPM ജനപ്രതിനിധികൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. നിങ്ങൾ ചുമന്ന കൊടി പിടിക്കുന്നതോ നിങ്ങൾ അരിവാൾ ചുറ്റിയോ വരയ്ക്കുന്നതോ അടിമപ്പണി എടുപ്പിക്കുന്നതോ സിന്ദാബാദ് വെളുപ്പിക്കുന്നതോ അടിമകളെ സൃഷ്ടിക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ എന്നൊരു സംഭവമുണ്ട്, മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് മാത്രമല്ല, കണ്ടവന്റെ മുതല് കട്ടുകൊണ്ട് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് കണ്ടവനെ കള്ളു കുടിപ്പിച്ചുകൊണ്ട് കുടുംബത്തിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നേതാക്കന്മാരല്ല ഇവിടെ ഈ പറയുന്ന നാട്ടുകാർക്ക് ശമ്പളം കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊന്നും. ഈ രാഷ്ട്രീയ മേലാളന്മാർക്ക് കോടികൾ ഉണ്ടാക്കാൻ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കണം, ജനങ്ങളെ കഷ്ടപ്പെടുത്തണം. അവർ ദരിദ്ര നാരായണന്മാരായിരിക്കണം, അവർ ബോധമുള്ളവരായിരിക്കരുത്. വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ അവർ ബോധമുള്ളവരാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ചന്തയ്ക്ക് ചാണകവെള്ളം തെളിച്ച് ചൂലുകൊണ്ടടിച്ചിട്ട് ഇവിടെ നാട്ടി പുറത്താക്കും. അത്തരമൊരു സാഹചര്യം അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1ാം റാങ്കുകാരുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവരിട്ട് പഠിപ്പിക്കുന്നത്? എന്തിനാണ് ഇവരിട്ട് കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് അടിമകളെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, നിങ്ങൾ അടിമകളായി തന്നെ നിന്നാൽ മതി. ഉത്തര കൊറിയ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിന്നാൽ മതി. ഇത് ഞങ്ങളെ പിണറായിസമാണ്, ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ തന്നെ നടക്കൂ എന്നിട്ടാണ് നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ പറയുന്നത്. ഇനി ഒരു കുറച്ചു കാലം കൂടെ തന്നാൽ ഞങ്ങൾ പാവപ്പെട്ട എന്നൊരു വാക്ക് തന്നെ ഇല്ലാക്കുന്നു. ഒലക്ക ചെയ്യുങ്ങള്. കഴിഞ്ഞ 10 വർഷം ഇവിടെ ഈ പണി എടുത്തുകൊണ്ട് നിന്ന സമയത്ത് ഇതൊന്നും ചിന്തയില്ലായിരുന്നു. കഴിയുമെന്ന് തെളിയിച്ചതാണല്ലോ കിഫ്ബി ആയാലും മറ്റേത് ബി ആയാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാന വികസനങ്ങൾ ചെയ്യുമെന്ന് തെളിയിച്ചതല്ലേ നിങ്ങൾ? അതെന്റെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ഇവിടുത്തെ തൊഴിലിന്റെ കാര്യത്തിൽ, സാമൂഹ്യ ജീവിതത്തിന്റെ കാര്യത്തിൽ, ജനങ്ങളുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ, അവരുടെ തൊഴിലിന്റെ കാര്യത്തിൽ, അവരുടെ സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്താ നടക്കാത്തത്? പറയണം. നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ അതോ ഇവരെ കൊള്ളടിക്കായിരുന്നോ? കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇവിടുത്തെ സഖാക്കന്മാരുടെ നേതാക്കന്മാരായിട്ടുള്ളവരുടെ ആസ്തി എത്രയാണെന്ന് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 10 വർഷത്തിന് ശേഷം ഇപ്പോ എത്രയാണെന്ന് നിങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? അപ്പോൾ അറിയാം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ. ഇവിടെ മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ നേരെ അമേരിക്കയ്ക്ക് പോരുന്ന ഒരു മുഖ്യമന്ത്രിയും അതിന് ചൂട്ടുപിടിക്കുന്ന കൊട പിടിക്കുന്ന കുറെ സഖാക്കന്മാരും നേതാക്കന്മാരും മന്ത്രിമാരും MLA-മാരും ഉള്ള നാടായത്. എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയും. ഇവിടെ രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറഞ്ഞ ഒരുത്തനെ വെറുതെ ഒരു കള്ളപ്പരാതി, ഒരു വ്യാജ പരാതി അല്ലെങ്കിൽ ഒരു ഇമെയിൽ പരാതി, അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടോ എന്നറിയാത്തൊരു പരാതി വന്നപ്പോ രാഖി രാമാനം വളഞ്ഞിട്ട് അവന്റെ പിന്നാലെ കോടികൾ മുടക്കിക്കൊണ്ട് പോലീസിനെ അയച്ച് പിന്നെ ഇല്ലാത്തൊരു കേസിന്റെ മേൽ വല്ലാത്തൊരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു അറസ്റ്റ് നാടകം നടത്തി നട്ടപ്പാതിരയ്ക്ക് അവനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ച അതേ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ സ്വന്തം ആൾക്കാർ ഇവിടെ അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ടും അല്ലാതെ കെട്ടിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എന്ത് തോന്നിയാസം കാണിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും ഒക്കെ അവർ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നില്ല ഇവിടെ. അതായത് ഈ കേരളത്തിലെ ജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രീയ അടിമകളായി ജീവിക്കാനും സഖാക്കന്മാർക്ക് ഓശാന പാടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തെളിയിക്കുകയല്ലേ. ഈ പെൺകുട്ടിയുടെ രോദനം ഒന്ന് ആലോചിച്ച് നോക്ക്. 10 വർഷം ഇവിടെ ഭരിച്ചു കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി നിലവിളിക്കാണ്, ഞാൻ പരീക്ഷ എഴുതി 1ാം റാങ്കാണ്, എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആരാണ് ഇതിന് മറുപടി പറയാ? ഇതിന് മറുപടി വേണ്ടേ?